In case of a extrusion process, so that is the next manufacturing process. So here the metal is used as in the form of a billet. It is in the form of a round shape or square shape. Billet is used as the raw material. So here a cylinder die arrangement is used. The metal is first placed inside this cylinder as in the form of a billet, and a ram, plunger ram is used. So the metal is forced through this from this ram. ഇവിടെ നമ്മൾ നല്ല ഹൈ ഫോഴ്സ് അങ്ങ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് അങ്ങ് അപ്ലൈ ചെയ്തിട്ട് ഈ ബില്ലറ്റ് ഇതാണ് ഡൈയിലെ ദ ഓപ്പണിംഗ് ഓഫ് ദ ഡൈ ഈസ് സപ്പോസ് ഇഫ് യു വാണ്ട് ടു produce a rod of 12 millimeter, the diameter of this exit point of the diameter of the die is 12 millimeter. ഇവിടെ 12 millimeter ഈ ഡൈയിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കും, ഒരു 12 millimeter ഓപ്പണിംഗ് കൊടുക്കും റൗണ്ട് ഷേപ്പിൽ. എന്നിട്ട് ബില്ലറ്റ് നമ്മൾ ഇവിടെ എടുക്കും. ഇവിടുത്തെ ഹൈ റാമ് കൊണ്ട് ഇവിടുന്ന് ഹൈ പ്രഷറിലങ്ങ് ഫോഴ്സ് ചെയ്യും. ഫോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുന്ന് ഇത് എക്സ്ട്രൂഡ് ചെയ്ത് ഈ ഡൈ ക്യാവിറ്റി കൂടെ പുറത്തോട്ട് വരും. സോ ദ എക്സ്ട്രൂഷൻ നമുക്ക് ഇവിടുന്ന് വരുന്ന ഈ പ്രൊഡക്റ്റ് ആയിരിക്കും എക്സ്ട്രൂഡഡ് പ്രൊഡക്റ്റ്. അതായത് നമ്മൾ ബില്ലറ്റിലോട്ട് ഹൈ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു ഡൈ ക്യാവിറ്റിയിലെടുത്ത് ഡൈ ഓപ്പണിങ്ങോടെ മെറ്റൽ എക്സ്ട്രൂഡ് ചെയ്ത് വരും. ഇതാണ് ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദി എക്സ്ട്രൂഷൻ പ്രോസസ്സ്. നമുക്ക് എത്ര ലെങ്ത്ത് വേണമെങ്കിലും കണ്ടെടുക്കാം. അത് നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബില്ലറ്റിനനുസരിച്ചുള്ള ലെങ്ത്ത് കിട്ടും. നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത്തിലുള്ള ഡൈ, അത് എത്ര ഡയമീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഏത് ടൈപ്പുള്ള ബില്ലറ്റും റൗണ്ടോ സ്ക്വയർ ബില്ലറ്റും ഉപയോഗിക്കാൻ പറ്റും. രണ്ട് ടൈപ്പ് എക്സ്ട്രൂഷൻ പ്രോസസ്സാണുള്ളത്, ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും. സോ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, നമ്മൾ റാം ഉപയോഗിച്ച് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡൈ ക്യാവിറ്റിയിൽ ഓപ്പണിംഗ് കൂടെ മെറ്റൽ സ്ക്യൂസ് ചെയ്ത് ഇങ്ങനെ ഈ എക്സ്ട്രൂഡ് ചെയ്ത് പോരുന്നതും. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും എക്സ്ട്രൂഷൻ നടക്കുന്നതും ഓരോ ഡയറക്ഷനിലാണെങ്കിൽ സെയിം ഡയറക്ഷൻ. സോ ഡയറക്ഷൻ ഈസ് കോൾഡ് ഫോർവേഡ് ഡയറക്ഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് the billet moves along the same direction as the ram and punch do. ഈ പഞ്ചും റാം നമ്മൾ പഞ്ച് ചെയ്യുന്ന ആ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും എക്സ്ട്രൂഷൻ നടക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദ സ്ലൈഡിങ് ബില്ലറ്റ് അഗെയിൻസ്റ്റ് സ്റ്റേഷൻ കണ്ടെയ്നർ വാൾ, ഈ ബില്ലറ്റ് നമ്മുടെ ഇവിടെ ഇതിൻ്റെ ഈ വാൾസിൽ ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ കണ്ടെയ്നർ ആൻഡ് ബില്ലറ്റ് ഈസ് ഹൈ ആയിരിക്കും. അപ്പോൾ കുറച്ച് ഫോഴ്സ് നമുക്ക് നഷ്ടപ്പെടും ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇതാണ് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ. ദാറ്റ് മീൻസ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും റാം മൂവ് ചെയ്യുന്നതും എക്സ്ട്രൂഷൻ ഒരേ ഡയറക്ഷനിലായിരിക്കും. അടുത്തത് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ. ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും എക്സ്ട്രൂഷൻ നടക്കുന്നത്. കാരണം ഇവിടുത്തെ റാം എന്ന് പറഞ്ഞൊരു ഹോളോ റാം ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഡൈ ക്യാവിറ്റിയുടെ ഓപ്പണിങ് കണ്ടോ ഇങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ മറ്റുള്ള ഇത് ബില്ലറ്റാണ്. ഇവിടെ ഡൈ ഓപ്പണിംഗ് ഈ കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ when the force is applied in this direction, so when the force is applied in this direction, the metal is extruded in the opposite direction, provided a hole is provided inside the ram. ഒരു റാമിൻ്റെ ഉള്ളിൽ ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇത് എക്സ്ട്രൂഡ് ചെയ്ത് വരും. നേരെ ഓപ്പണിങ് ഈ റാമിൻ്റെ ഉള്ളിൽ കൂടെ നേരെ കറക്റ്റ് കൊടുത്തേക്ക് ഒരു ഡൈന്ന് അത് നേരെ പറ്റില്ല. അതായത് റാം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എക്സ്ട്രൂഷൻ നടക്കുന്നത്. ഇതിനാണ് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇത് ഈ ഫ്രിക്ഷൻ, കാരണം ഓപ്പോസിറ്റ് ഇതിങ്ങനെ പോകുന്നത് കൊണ്ട് മറ്റേ ഓരോ ഡയറക്ഷനിലായിരുന്നു. ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബില്ലറ്റ് ആൻഡ് കണ്ടെയ്നർ വാൾ ഹൈ ആയിരുന്നു. ഇവിടെ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. ദാറ്റ് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ. അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ഈ റാമിന് വലിയ ഫോഴ്സ് ഒന്നും വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, കാരണം ഹോളോ റാമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറച്ച് കുറവായിരിക്കും. ദാറ്റ് ഈസ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ. ദെൻ നെക്സ്റ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷൻ.
ഹൈഡ്രോസ്റ്റാറ്റിക് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഡയറക്റ്റ് എക്സ്ട്രൂഷൻ മെത്തേഡ് തന്നെയാണ്. ഇവിടെ നേരെ മെറ്റലായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. ഇവിടെ ഒരു ഫ്ലൂയിഡ്, ഒരു കണ്ടെയ്നറിൽ ഫ്ലൂയിഡ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റാമിൽ നിന്ന് ഫോഴ്സ് ഫ്ലൂയിഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഫ്ലൂയിഡിൽ നിന്ന് ബില്ലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ബില്ലറ്റ് നേരെ എക്സ്ട്രൂഡ് ചെയ്ത് ഈ ഡൈ ക്യാവിറ്റി കൂടെ, ഡൈയുടെ ഓപ്പണിങ്ങും കൂടെ എക്സ്ട്രൂഡ് ചെയ്ത് മെറ്റൽ പുറത്തേക്ക് വരും. അപ്പോൾ ഇതിൽ നല്ല ഹൈ ഫോഴ്സ് നമ്മൾ കിട്ടും. അതുപോലെ തന്നെ നല്ല സ്പീഡിലായിരിക്കും എക്സ്ട്രൂഷൻ നടക്കുന്നത്. ഫ്രിക്ഷൻ ഉണ്ടാവുകയില്ല, നല്ല സ്പീഡിൽ എക്സ്ട്രൂഷൻ നടക്കും. മെറ്റൽ അതുപോലെ തന്നെ ഈ ഓരോ ഡയറക്ഷനിലായിരിക്കും. ഡയറക്റ്റ് എക്സ്ട്രൂഷൻ ആയിരിക്കും ഇത്. വെജിറ്റബിൾ ഓയിൽ സച്ചാസ് കാസ്റ്റർ ഓയിലാണ് സാധാരണ ഇതിന് വേണ്ടി നടക്കുന്നത്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഡയറക്റ്റ് എക്സ്ട്രൂഷനോ ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനോ, ഫസ്റ്റ് ദ ബില്ലറ്റ് ഈസ് ഹീറ്റഡ് ടു റെഡ് ഹോട്ട് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഒരു സം ഹൈ ടെമ്പറേച്ചർ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓൺലി വി ക്യാൻ അപ്ലൈ ദി ഫോഴ്സ്. ഇവിടെ അത് ആവശ്യമില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ ചെയ്യാൻ പറ്റും ഹൈഡ്രോസ്റ്റാറ്റിക് extrusion. These are the different types of extrusion process. First one, direct extrusion. The ram and extrude parts are the force applied and extrusions are in the same direction. Is called forward extrusion. The main disadvantage is the friction in between the container wall and billet is high, so some force is lapsed. So another extrusion process, indirect. So the force applied and extrude parts are in opposite direction. Then main advantage is friction is less, but the main disadvantage is the ram strength is less. Then hydrostatic extrusion, this fluid is used, so the force is directly applied to the fluid. So from this fluid the pressure is transferred to the billet. So the here high extruded process is take place at a very high speed. There is no friction take place and no it carried out at room temperature. So these are the different types of extrusion process. Okay, thank you. Good morning. നെക്സ്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അടുത്ത പ്രോസസ്സായ ഷേപ്പിംഗ് പ്രോസസ്സായ ഫോർജിങ്ങിലേക്കാണ് പോകുന്നത്. ഫോർജിങ് എന്ന് പറഞ്ഞാൽ, in case of forging, first the metal is heated to a red hot temperature, and then by continuous hammering the shape and the size of the metal can be changed. So for example, in case of a traditional blacksmith, നമുക്കറിയാം കൊല്ലൻ്റെ ആലയിൽ നടക്കുന്നത്, ആ മെറ്റലിനെ ആദ്യം തന്നെ നമ്മൾ ചുട്ടുപഴുക്കുന്ന ഒരു റെഡ് ഹോട്ട് ടെമ്പറേച്ചർ വരെയും ചൂടാക്കും. ഒരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്റ്റേജിൽ വരെയും ചൂടാക്കും. അതിനുശേഷം കണ്ടിന്യൂസ്ലി അപ്ലൈയിങ് ദ കംപ്രസീവ് ഫോഴ്സ്. ഇവിടെ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ, കൊല്ലൻ്റെ ആലയിൽ ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി ബൈ യൂസിങ് കണ്ടിന്യൂസ് ഹാമറിങ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ മെറ്റൽ ക്യാൻ ബി ചേഞ്ച്ഡ്. ദിസ് ഈസ് കോൾഡ് forging process. So first the metal is heated to a red hot temperature, and then by continuous hammering its shape and size of the metal can be changed. This process is called forging. ഈ ഫോർജിങ്ങിന് രണ്ട് ടൈപ്പ് ഫോർജിങ് ഉണ്ട് മെയിനായിട്ട്, കോൾഡ് ഫോർജിങ്, ഹോട്ട് ഫോർജിങ്. ഈ ഹോട്ട് ഫോർജിങ്ങിലാണ് നമ്മൾ പറഞ്ഞ മറ്റ് ഫസ്റ്റ് റെഡ് ഹോട്ട് ടെമ്പറേച്ചർ വരെ ചൂടാക്കിയതിന് ശേഷം ബൈ കണ്ടിന്യൂസ് ഹാപ്പറിങ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി മെറ്റൽ ക്യാൻ ബി ചേഞ്ച്ഡ്. ബട്ട് ഇൻ കേസ് ഓഫ് എ കോൾഡ് ഫോർജിങ്, ദിസ് ഫോർജിങ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഹാമർ ചെയ്യുക, മറ്റേ കണ്ടിന്യൂസ് ആയിട്ട് ഹാമർ ചെയ്യുന്നതിനാണ് കോൾഡ് ഫോർജിങ് എന്ന്. നോർമലി ഹോട്ട് ഫോർജിങ് ഫോളോഡ് ബൈ കോൾഡ് ഫോർജിങ് ആണ് ചെയ്യാറ് ടു എലിമിനേറ്റ് ദി സം ഡിഫക്ട്സ്. അതുപോലെ forged products have better mechanical properties than cast iron. So it is employed for a components required high strength and other mechanical properties. അതായത് നോർമലി നല്ല സ്ട്രോങ് സ്ട്രെങ്ത് കിട്ടും. അതുകൊണ്ട് ഇത് സാധാരണ ഉപയോഗിക്കുന്ന നെയിൽ ബോൾട്ട്, സ്പാനർ, ക്രെയിൻ ബുക്ക്, ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം ഇത് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഹാമർ ചെയ്യുമ്പോൾ അതിലുള്ള ബ്ലോ ഹോൾസ്, അതുപോലെ ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ എലിമിനേറ്റ് ചെയ്യും. അപ്പം നല്ല സ്ട്രെങ്ത്തും റിജിഡും ആയിരിക്കും കമ്പയർഡ് ടു കാസ്റ്റിംഗ് പ്രോസസ്സ്. അതുകൊണ്ട് അത് സാധാരണ കണക്റ്റിംഗ് റോഡൊക്കെ എപ്പോഴും ട്വിസ്റ്റിംഗ് ലോഡും ഒക്കെ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഫോർജഡ് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ചും കൂടെ
നല്ല സ്ട്രെങ്തും ഒക്കെ കിട്ടും കമ്പയർഡ് ടു കാസ്റ്റിംഗ് പ്രൊഡക്റ്റ്. പിന്നെ ഫോർജിങ്ങിൻ്റെ മെയിനായിട്ട് ഹെയർ ഫോർജിങ് മെയിൻ ടൈപ്പ് ഓഫ് ഫോർജിങ് ഓപ്പറേഷൻസ് ആണ് ഈ പറയുന്നത്. ഫസ്റ്റ് വൺ അപ്സെറ്റിംഗ്. ഇതാണ് അപ്സെറ്റിംഗ്. ഈ അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫസ്റ്റ് വർക്ക് പീസ്. ഈ വർക്ക് പീസ് ഇങ്ങനെ ഇരിക്കുന്ന വർക്ക് പീസിലോട്ട് നമ്മൾ മുകളിൽ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടോ ഈ ഫസ്റ്റ് കേസസിൽ ഇവിടെ മാത്രം ഡയമീറ്റർ കൂടി. അപ്പോൾ എന്ത് ചെയ്തു? ഈ ലെങ്ത്ത് കുറഞ്ഞു. സോ ബൈ ഹാമറിങ് റെഡ്യൂസസ് ഇറ്റ്സ് ലെങ്ത്ത് ആൻഡ് ഇൻക്രീസസ് ഇറ്റ്സ് ക്രോസ് സെക്ഷൻ അറ്റ് ബോട്ടം പോർഷൻ ഓർ അറ്റ് മിഡിൽ പോർഷൻ ഓർ ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം. എവിടെ വേണമെങ്കിലും ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കൂടാം. ലെങ്ത്ത് കുറഞ്ഞിട്ട് ഒന്നുപോലെ ബോട്ടം പൊസിഷനിൽ ക്രോസ് സെക്ഷൻ കൂടാം, അല്ലെങ്കിൽ മിഡിൽ പൊസിഷനിൽ ക്രോസ് സെക്ഷൻ കൂടാം, അല്ലെങ്കിൽ ബോട്ടം പൊസിഷനിലും ടോപ്പ് പൊസിഷനിലും ക്രോസ് സെക്ഷൻ കൂടാം. എങ്ങനെയായാലും ലെങ്ത്ത് കുറഞ്ഞ് ക്രോസ് സെക്ഷൻ കൂടുന്ന പ്രോസസ്സിന് പറയുന്ന ബൈ ഹാമറിങ് ഇറ്റ്സ് ലെങ്ത് റെഡ്യൂസസ് ആൻഡ് ഇറ്റ്സ് ക്രോസ് സെക്ഷൻ ഇൻക്രീസസ്. ദാറ്റ് ഈസ് കോൾഡ് അപ്സെറ്റിംഗ്. സാധാരണ ഇത് ഉപയോഗിക്കുന്ന റൗണ്ട് ബില്ലറ്റ് ആൻഡ് ഹാമറിങ് ബൈ ഹീലിംഗ് ഓൺലി വൺ എൻഡ്. ഇത് വൺ എൻഡ് അടിയിൽ മാത്രം അല്ലെങ്കിൽ മുകളിൽ മാത്രം, ഇവിടെ മിഡിലിൽ ഇതില്ല. ദെൻ സെറ്റിംഗ് ഡൗൺ. സെറ്റിംഗ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ വർക്ക് പീസിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ, എൻ്റെ ഫിഗർ കാണിച്ചിട്ടില്ല ഇവിടെ, ഏതെങ്കിലും ഒരു എൻഡ് മാത്രം അല്ലെങ്കിൽ ഇതിൻ്റെ ആണെങ്കിലും ഒരു എൻഡ് മാത്രം അതിൻ്റെ ഡയമീറ്റർ കുറയ്ക്കുക. ഏകദേശം സെയിം പ്രോസസ്സാണ് ഡ്രോയിങ് ഡൗണും സെറ്റിംഗ് ഡൗണും. സെറ്റിംഗ് ഡൗണിൽ ഒരു ലോക്കലൈസ് തിന്നിങ് ഡൗൺ ഓപ്പറേഷൻ യൂസിങ് എ സെറ്റ് ഓഫ് ഹാമർ. ഡ്രോയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഈ ഓൾ മെറ്റലും ബൈ കണ്ടിന്യൂസ് ഹാമറിങ് ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ റെഡ്യൂസസ് ഇറ്റ്സ് ക്രോസ് സെക്ഷൻ, ഈ ക്രോസ് സെക്ഷൻ കുറയും, ഇൻക്രീസസ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അതായത് അടിച്ച് പരത്തുക എന്നൊക്കെ പറയാം. അതിൻ്റെ അടിച്ച് പരത്തി ഇതിൻ്റെ ഈ ക്രോസ് സെക്ഷൻ കുറച്ച് ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടും, നീളം വീതിയും കൂടും, ഈ ക്രോസ് സെക്ഷൻ കുറയും. ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഹാമർ ഉപയോഗിച്ച് അടിക്കും, അടിച്ച് പരത്തുക എന്ന് പറയും പോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടും. അതിനാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. സെറ്റിംഗ് ഡൗണിൽ ഒരു ഏരിയയിൽ മാത്രമാണ് തിന്നിങ് നടക്കുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ബെൻഡിങ്. ബെൻഡിങ്ങിൽ കണ്ടോ ഒരു റോളറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് വർക്ക് പീസ് ഇവിടെ ഹാമർ ഉപയോഗിച്ച് അടിക്കുമ്പോൾ ഒന്നുപോലെ ഈ എൻഡ് മാത്രം ബെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹാഫ് പോർഷൻ ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഫുള്ളായിട്ട് ബെൻഡ് ചെയ്ത് ഒരു റിങ് ഫോമിലാക്കാം. ഇനി വന്ന് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ് വൺ എൻഡ് ഓർ ഹാഫ് പോർഷൻ ഓർ ഫുൾ മേക്ക് എ റിങ് ഓൾസോ. ദറ്റ് ഈസ് കോൾഡ് ബെൻഡിങ് ബൈ യൂസിങ് എ റോളർ ആൻഡ് ഹാമർ. ഹാമർ ഉപയോഗിച്ച് റോളറിൻ്റെ മുകളിൽ വർക്ക് പീസ് വെച്ച് ഹാമർ ഉപയോഗിച്ച് കണ്ടിന്യൂസ് ഹാമർ പ്രസ് ചെയ്യുവാണ്. ദെൻ ഫോർജ് വെൽഡിങ്. ഫോർജ് വെൽഡിങ് അനദർ ഫോർജിങ് ഓപ്പറേഷനാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻസ് ഓഫ് ദി മെറ്റൽസ് ടു ബി ജോയിൻഡ് ആർ ഹീറ്റഡ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ദെൻ ബൈ കണ്ടിന്യൂസ് ഹാമറിങ് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഹാമർ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് വർക്ക് പീസാണ് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും എൻഡ് ആദ്യം ഹീറ്റ് ചെയ്യും, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ വരെയും ഹീറ്റ് ചെയ്തിട്ട് ഈ രണ്ട് സൈഡിൽ നിന്നും ഹാമർ ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രസ് എന്തായാലും വെള്ളം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ടും കൂടി കൂട്ടി യോജിച്ച് ഒരു പ്ലാസ്റ്റിക് കണ്ടീഷനിലാവും ഇതൊക്കെ ഹീറ്റ് ചെയ്ത് ഇതിൻ്റെ എൻഡ്. അപ്പോൾ ഈ രണ്ടും കൂടി കൂട്ടി യോജിച്ച് ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് വെൽഡിങ്, ഫോർജ് വെൽഡിങ് എന്നാണ് പറയുന്നത്. പിന്നെ കട്ടിങ്, പ്രോസസ് ഓഫ് റിമൂവിങ് ദി മെറ്റൽ ഫ്രം എ ബില്ലറ്റ് ബൈ മീൻസ് ഓഫ് എ ചിസൽ. അതായത് നമ്മൾ ഉളി ഉപയോഗിച്ച് ഹാമർ ഉപയോഗിച്ച് രണ്ട് വർക്ക് പീസിൻ്റെ ഒരു ഉളി വെച്ച് മുകളിൽ നിന്ന് ആ ചിസൽ വെച്ചിട്ട് ചിസൽ എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ ചിസൽ വയ്ക്കും, ചിലിസ് വെച്ചിട്ട് ഹാമർ കൊണ്ട് അടിച്ചടിച്ചടിച്ച് ഒരു രണ്ട് പീസാക്കി മാറ്റും. അതിനാണ് കട്ടിംഗ് എന്ന് പറയുന്നത്. പഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസിങ് എ സർക്കുലർ ഹോൾ ഓൺ ദി വർക്ക് പീസ്. അപ്പോൾ ഇവിടെ ഒരു പഞ്ച് ഉപയോഗിക്കും, ഒരു ഡൈ ഉണ്ട്, ഈ ഡൈയുടെ മുകളിൽ വർക്ക് പീസ് കയറ്റി വയ്ക്കും. ഈ വർക്ക് പീസിൻ്റെ ഈ വർക്ക് പീസിൻ്റെ ഇടയിലൊരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും. നമുക്കിപ്പോൾ ഹോളിന് വേണ്ട എത്ര ഡയമീറ്റർ ആണോ അതായിരിക്കും ഈ ഡൈയുടെ രണ്ട് പോർഷൻസിൻ്റെ, അല്ലെങ്കിൽ ഡൈയുടെ നടുക്കായിരിക്കും ഇങ്ങനെ ഒരു റൗണ്ട് പോർഷൻ ഉണ്ടാവും. ആ റൗണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് വർക്ക് പീസ് ആയിരിക്കും, ഡയമീറ്റർ ഓഫ് ഹോൾ ആയിരിക്കും. അതുപോലെ തന്നെ പഞ്ചിൻ്റെ ഡയമീറ്റർ എന്ന് ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ഹോൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഹൈഡ്രോളിക് പ്രസ്സോ അല്ലെങ്കിൽ ഹാമർ ചെയ്തോ ഈ പഞ്ച് വന്ന് ഈ വർക്ക് പീസിൽ, ഈ മെറ്റൽ വർക്ക് പീസിൽ ഇടിക്കും. അപ്പോൾ നേരെ ഇത് കട്ട് ചെയ്ത് ഈ പഞ്ച് നേരെ ഡൈ ക്യാവിറ്റി കൂടെ ഇറങ്ങി വരും. അപ്പോൾ അവിടെ ഒരു സർക്കുലർ ഹോള് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ സർക്കുലർ hole by using die and punch. It is called punching.
പിന്നെ അടുത്തത് സോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഏത് കോംപ്ലിക്കേറ്റഡ്. ഇവിടെ നമ്മളൊരു റോളർ ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോട്ടം സോഗും ഉണ്ട്, ടോപ്പ് സോഗും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഷേപ്പ് ഏത് ഷേപ്പാണോ, മെറ്റൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഹാമർ ഉപയോഗിച്ച് ടോപ്പ് സോഗിനെ മുകളിൽ നിന്ന് ഒരു ഹൈഡ്രോളിക് പ്രസ്സോ അല്ലെങ്കിൽ ഹാമർ ഉപയോഗിച്ച് ഇടിക്കുമ്പോൾ ഈ രണ്ട് ഷേപ്പും കൂടി കൂടിയിട്ടുള്ള ഷേപ്പ് നമുക്ക് ഈ മെറ്റലിൻ്റെ ഉള്ളിൽ സ്ക്യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അനുസരിച്ചായിരിക്കും ഈ ബോട്ടം സോഗിൻ്റെ ടോപ്പ് സോഗിൻ്റെ ഷേപ്പ്. അപ്പോൾ ഈ രണ്ട് ഇടയ്ക്കിലുള്ള ഷേപ്പിലോട്ട് മെറ്റൽ സ്ക്യൂസ് ചെയ്തിറങ്ങി ആ ഷേപ്പ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ ഡയമീറ്റർ ഓഫ് പഞ്ച്ഡ് ഹോൾ ടേപ്പേഡ് എൻഡ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓൾറെഡി ഹോൾ ഉണ്ടാക്കി, ഇതിൻ്റെ ഡയമീറ്റർ വീണ്ടും കൂടണമെങ്കിൽ ഒറ്റയടിക്ക് ഒരു വലിയ ഹോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം ചെറിയൊരു ഹോൾ ഉണ്ടാക്കും. അതിനുശേഷം ഇപ്പോൾ ഒരു 15 മില്ലിമീറ്ററുള്ള ഹോൾ വേണമെങ്കിൽ ആദ്യം സപ്പോസ് ഒരു 10 മില്ലിമീറ്ററുള്ള ഹോൾ ഉണ്ടാവും. എന്നിട്ടുള്ള ഹോളിന് വീണ്ടും ഒരു 15 ഡയമീറ്ററുള്ള പഞ്ച് ഉപയോഗിച്ച് വീണ്ടും ആ ഉള്ള ഹോളിൻ്റെ ഡയമീറ്റർ കൂട്ടും. അതിന് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റിംഗ്. അല്ലെങ്കിൽ നമ്മളുള്ള ഒരു 10 ഹോളിന് 11 അതിൻ്റെ ഒരു ഫിനിഷ് ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നത് ഡ്രിഫ്റ്റിംഗ്. പഞ്ച് ഹോളിൻ്റെ ഡയമീറ്റർ കൂടാനും ഫിനിഷ് ചെയ്യാനും ഡ്രിഫ്റ്റിംഗ് പ്രോസസ്സ് ഉപയോഗിക്കും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർജിങ്. ഇവിടെ നമുക്ക് ഹാൻഡ് ഫോർജിങ് ഉണ്ട്, ഡ്രോപ്പ് ഫോർജിങ് ഉണ്ട്, മെഷീൻ ഹാൻഡ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ കൊല്ലൻ്റെ ആലയിൽ ചെയ്യുന്ന പരിപാടി. അത് തന്നെയാണ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലും ചെയ്യുന്നത്. അത് തന്നെയാണ്. ആദ്യം മെറ്റലിനെ നമ്മളൊരു അവരൊരു ഇതിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ആ ഒരു റെഡ് ഹോട്ട് ടെമ്പറേച്ചർ വരെ ഒരു ഓപ്പൺ ഫയറിൽ വെച്ചിട്ട് റെഡ് ഹോട്ട് ടെമ്പറേച്ചർ വരെ ചൂടാക്കും. അതിനുശേഷം അതിലോട്ട് ആ റെഡ് ഹോട്ട് ടെമ്പറേച്ചർ അതിനെ അടിച്ച് അത് കണ്ടിന്യൂസ് ഹാമറിങ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി മെറ്റൽ ക്യാൻ ബി ചേഞ്ച്ഡ്. ഫസ്റ്റ് ദ മെറ്റൽ ഈസ് ഹീറ്റഡ് ടു എ റെഡ് ഹോട്ട് ടെമ്പറേച്ചർ ആൻഡ് ദെൻ ബൈ കണ്ടിന്യൂസ് ഹാമറിങ് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി മെറ്റൽ ക്യാൻ ബി ചേഞ്ച്ഡ്. ദിസ് ഈസ് കോൾഡ് hand forging. First of all, the metal is heated to a red hot temperature and then by continuous hammering the shape and size of the metal can be changed. Then drop forging എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ഡ്രോപ്പ് ഹാമേഴ്സ് ഉപയോഗിച്ച് സാധാരണ ഹൈഡ്രോളിക് പ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് ഡൈയുടെ ഇടയ്ക്കോട്ട് നമ്മൾ ഡൈ ക്യാവിറ്റി ഉണ്ടാവും. ആ ഡൈ ക്യാവിറ്റിയിലെ ഷേപ്പ് കറക്റ്റ് മോൾഡ് പോലെ ഷേപ്പായിരിക്കും, നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ഷേപ്പായിരിക്കും. അപ്പോൾ മെറ്റൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ച് കണ്ടിന്യൂസ് ഹാമറിങ് ഡൈ ക്യാവിലോട്ട് മെറ്റൽ ചൂഴ്ന്ന് ഇറങ്ങും. അതായത് നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഈ സൈഡ് ബോക്സ്, ബൈക്കിൻ്റെയൊക്കെയും സൈഡ് ബോക്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ടൂൾ വയ്ക്കുന്നത് ഒക്കെ ബോക്സ് ഉണ്ടല്ലോ സൈഡിലുള്ള, ആ ചെറിയ ഷേപ്പിലുള്ള ചെറിയ ഒരു ഇതാണ്. അപ്പോൾ അതേ ആൻറ്റി ഷേപ്പിലുള്ള ഒരു ഡൈ ക്യാവിറ്റി ഉണ്ടാവും. അപ്പോൾ ഫ്ലാറ്റായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ആ ഡൈ ക്യാവിറ്റിയിലോട്ട് കണ്ടിന്യൂസ് ഹാമറിങ്ങിൽ നടത്തുമ്പോൾ ആ ഡൈ ക്യാവിറ്റിയിലോട്ട് മെറ്റൽ സ്ക്യൂസ് ചെയ്ത് ഇറങ്ങിയിട്ട് അതേ ഷേപ്പുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. മെഷീൻ ഫോർജിങ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഉപയോഗിച്ച് ഫോർജ് ചെയ്യുന്നത്, അതായത് മെഷീൻസ് ഉപയോഗിച്ചായിരിക്കും ഫോർജിങ് ഓപ്പറേഷൻസ് നടത്തുന്നത്. ഡൈ ക്യാവിറ്റി തന്നെയായിരിക്കും അവിടെ ഉള്ളത്. അത് മാസ് പ്രൊഡക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബോൾട്ട് ഹെഡ്, റിവറ്റ്, സ്മോൾ ഷാഫ്റ്റ് ഇവയൊക്കെ ഉണ്ടാക്കാനാണ് മെഷീൻ ഫോർജിങ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഫോർജിങ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സ്ട്രോങ്ങർ പാർട്സ് ആയിരിക്കും, കാസ്റ്റിനൊക്കെ ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കും. അതുപോലെ ഡയമെൻഷണൽ ആക്യുറസി നന്നായിട്ടുണ്ടാകും, നല്ല ഷേപ്പായിരിക്കും. അതുപോലെ സ്ട്രോങ്ങർ മെറ്റൽ മാനുഫാക്ചറിങ് ഹോട്ട് ഫോർജിങ്, അതായത് നല്ല ഹൈ സ്ട്രോങ് മെറ്റീരിയൽ നമുക്ക് ഈ മാനുഫാക്ചറിങ് ഫോർജിങ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ടൂളൊക്കെ ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കണം. അതുപോലെ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, ഫർണസും അതും ഒക്കെ ടൂൾസൊക്കെ വാങ്ങണം. അതുപോലെ സ്കിൽഡ് ലേബർ വേണം. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ഫർണസ് വേണം. അതുപോലെ ഈ ഫോർജ് ചെയ്ത സാധനം മെഷീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ സാധാരണ ഇത് ഉപയോഗിക്കാറ് ബോൾട്ട് ഉണ്ടാക്കാൻ സ്പാനർ, ക്രെയിൻ ഹുക്ക്, ക്രാങ്ക് ഷാഫ്റ്റ്, എൻജിൻ ട്രാൻസ്മിഷൻ ഷാഫ്റ്റ്, ഇത്തരം കമ്പോണൻസാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഫോർജിങ് ഓപ്പറേഷൻസ് ആണ്. ഫോർജിങ് എന്താണെന്ന് ആദ്യം പറഞ്ഞു. അതായത് മെറ്റലിനെ ചൂടാക്കിയിട്ട് റെഡ് കോട്ട് വരെ ചൂടാക്കിയിട്ട് അതിനെ അടിച്ച് അതായത് ഷേപ്പിലോട്ട് മാറ്റുന്നതാണ് ഫോർജിങ്. ഫോർജിങ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്സെറ്റിങ് കണ്ടില്ലേ, നമ്മൾ ലെങ്ത്ത് കുറച്ചിട്ട് ഡയമീറ്റർ കൂട്ടുന്നത്. സെറ്റിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ മാത്രം തിന്നാക്കുന്നത്. ഡ്രോയിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ മൊത്തം അതിനെ അടിച്ച് പരത്തി ഡയമീറ്റർ കുറയ്ക്കുന്നത്. ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരെൻഡോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ബെൻഡ് ചെയ്യുന്നത്. വെൽഡിങ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പൗണ്ട് തമ്മിൽ അതിൻ്റെ എൻഡ് ചൂടാക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഹാമർ ചെയ്ത് വെൽഡ് ചെയ്യുന്നത്. കട്ടിംഗ് എന്ന് പറഞ്ഞാൽ വർക്ക് പീസ് രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുന്നത്. പഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ഹോൾ ഉപയോഗിക്കുന്നത്, പഞ്ചും ഡൈയും ഉപയോഗിച്ച്. സോഗിങ് എന്ന് പറഞ്ഞാൽ എനി കോംപ്ലിക്കേറ്റഡ് ഷേപ്പ്. അപ്പോൾ അപ്പർ സോഗിൻ്റെ ടോപ്പ് സോഗിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഏത് കോംപ്ലിക്കേറ്റഡ് ഷേപ്പും ഉണ്ടാക്കാൻ പറ്റും. ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ള ഡയമീറ്ററുള്ള പഞ്ചിൻ്റെ കോളിന് ഒന്നുകൂടെ ഫിനിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയമീറ്റർ കൂട്ടാനോ. പിന്നെ ടൈപ്സ് ഓഫ് ഫോർജിങ് മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ഫോർജിങ് ഉള്ള ഹാൻഡും ഡ്രോപ്പും മെഷീൻ. ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൊല്ലൻ്റെ ആലയിൽ ചെയ്യുന്ന സാധാരണ മാനുവലായിട്ട് ചെയ്യുന്ന പരിപാടി, ഫർണസിൽ ചൂടാക്കിയിട്ട് അടിച്ച് പരത്തുക. ഡ്രോപ്പ് ഫോർജിങ് കണ്ടിന്യൂസ് ഹാമർ ഉപയോഗിച്ച് ഹൈഡ്രോളിക് പ്രസ്സൊക്കെ ആയിരിക്കും നോർമൽ കേസിൽ ഉപയോഗിക്കുന്നത്. അത് അങ്ങനെയുള്ളതിനാണ് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത്. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നമ്പർ ഓഫ് ഹാമറിങ് ചെയ്യും ഡ്രോപ്പ് ഹാമേഴ്സ് ഉപയോഗിച്ച്. മെഷീൻ ഫോർജിങ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഉപയോഗിച്ച് ഫോർജ് ചെയ്യുന്ന മോൾട്ട് നെട്ടൊക്കെ ഉണ്ടാക്കുക. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആപ്ലിക്കേഷൻസും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഫോർജിങ് ഓപ്പറേഷനിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ അടുത്ത പ്രോസസ്സായ റോളിങ്ങിലോട്ടാണ് പോകുന്നത്. റോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ അതിപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ the metal is passed in between a pair of roll. The metal squeezes and reduces its cross section and increases its length and breadth. കണ്ടോ, ഇത് വർക്ക് പീസ് ഇങ്ങനെ കൊടുക്കും. 2 റോളുണ്ട്, അപ്പർ റോളും ഉണ്ട്, ലോവർ റോളും ഉണ്ട്. മെറ്റൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ, ഈ 2 റോളറിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ മെറ്റൽ സ്ക്യൂസ് ചെയ്ത് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കുറഞ്ഞിട്ട് ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടും. കണ്ടോ, ഇവിടെ കണ്ടോ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കുറഞ്ഞു, ലെങ്ത്തും ബ്രെഡ്ത്തും. നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ അതൊരു എക്സാമ്പിളാണ്. നമ്മൾ അതിൽ റബ്ബർ ഷീറ്റ് കടത്തി വിടുമ്പോൾ അതിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ട് വീതി നീളം കൂടും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് റോളിംഗ് പ്രോസസ്സ്. ഈ മെറ്റൽ ഇവിടെ സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റോളിംഗ് more economical than forging when metal is required in long length of uniform cross section. അതുപോലെ നമ്മളിപ്പോൾ മെറ്റലിന് യൂണിഫോം ക്രോസ് സെക്ഷനിൽ ഒരുപാട് ലോങ് ലെങ്ത്ത് വേണം, നല്ല ഷീറ്റൊക്കെ വേണമെങ്കിൽ ഈ റോളിംഗ് പ്രോസസ്സ് നല്ല എക്കണോമിക്കലാണ്. അതുപോലെ നല്ല സർഫസ് ഫിനിഷ് കിട്ടും, ബെറ്റർ സർഫസ് ഫിനിഷ്. അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ്നെസ് നന്നായിട്ട് കൂടും, സ്ട്രെങ്ത് കൂടും. അത് റെഡ്യൂസ് കൺസപ്ഷൻ ഓഫ് റോ മെറ്റീരിയൽ കുറച്ച് മതി. അതുപോലെ പൊറോസിറ്റി ഓഫ് മെറ്റൽ കൺസിഡറബിളി മിനിമൈസ്ഡ്. അത് മെറ്റൽ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിലെ ഹോൾസൊക്കെ എലിമിനേറ്റ് ചെയ്യും, ചെറിയ ക്രാക്കൊക്കെ ഉണ്ടെങ്കിലും എലിമിനേറ്റ് ചെയ്ത് പൊക്കോളും. കുറച്ചും കൂടെ നല്ല എക്കണോമിക്കലാണ് കമ്പയർഡ് ടു ഫോർജിങ് പ്രോസസ്സ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രോസസ് കൺട്രോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ ഡക്റ്റൈൽ മെറ്റീരിയൽ, ഒരുപാട് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കുറച്ച് ബുദ്ധിമുട്ടാണ് റോളിംഗ് പ്രോസസ്സ് ചെയ്യാൻ. അതുപോലെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം റോളർ കൂടെ കടത്തി വിടാൻ, അല്ലെങ്കിൽ അത് മെറ്റൽ ഒരിക്കലും ഭയങ്കര ഒരു ഇച്ചിരി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് വരെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെറ്റൽ സ്ക്യൂസ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ചെറിയ മൈക്രോ ക്രാക്സൊക്കെ ഇതിൽ പോകത്തില്ല. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ബാറ്, പ്ലേറ്റ്, ഷീറ്റ്, റെയിൽ റോഡുകൾ, അതുപോലെ സ്ട്രക്ചർ സെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുവാനാണ്. ഇതിൻ്റെ മെയിനായിട്ട് റോളിംഗ് മില്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അനുസരിച്ചാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. മെയിൻ ടൈപ്സ് ഓഫ് റോളിംഗ് എന്ന് പറഞ്ഞാൽ ഹോട്ട് റോളിംഗും ഉണ്ട്, കോൾഡ് റോളിംഗും ഉണ്ട്. ഹോട്ട് റോളിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം മെറ്റലിനെ എബോവ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ചൂടാക്കിയതിന് ശേഷം റോളിംഗ് പ്രോസസ്സ് നടക്കുന്നതിനാണ്. സാധാരണ ഒരു 20 മെഗാവാട്ട് കപ്പാസിറ്റി മോട്ടോർ ഉപയോഗിച്ചാണ് ഹോട്ട് റോളിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ മെറ്റൽ ഈസ് ഹീറ്റഡ് ടു എ റെഡ് ഹോട്ട് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ആൻഡ് ദെൻ ബൈ
rolling process is carried out by using some motor. That is called hot rolling. Cold rolling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ rolling is carried out below recrystallization temperature. അത് സാധാരണ റൂം ടെമ്പറേച്ചറിലാണ്. നമ്മൾ കോൾഡ് ഫോർജിങ് പറഞ്ഞ പോലെ തന്നെ അത് ഹോട്ട് ഫോർജിങ്ങും കോൾഡ് ഫോർജിങ്ങും ഉണ്ട്, അതുപോലെ ഹോട്ട് റോളിങ്ങും കോൾഡ് റോളിങ്ങും ഉണ്ട്. എബോവ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറാണ് ഹോട്ട് റോളിംഗ്, ബിലോ റീക്രിസ്റ്റലൈഷൻ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലാണ് കോൾഡ് റോളിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ദെൻ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് റോളിംഗ് മില്ല്, അതായത് നമ്പർ ഓഫ് റോളർ അനുസരിച്ച് റോളിംഗ് മില്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതായത് മെയിനായിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ 2 ഹൈ റോളിംഗ് മിൽ. ഇവിടെ 2 റോളറുണ്ട്, ഒറ്റ വർക്ക് പീസാണ് സമയത്തിൽ പ്രോസസ്സ് ചെയ്യുള്ളൂ. 2 ഹെവി ഹൊറിസോണ്ടൽ റോളേഴ്സ് ആർ പ്ലേസ്ഡ് എക്സാക്ട്ലി 1 over the another. ഇത് നമ്മൾ ശരിക്കും അതിൻ്റെ സൈഡ് വ്യൂ കാണിച്ചേക്കണം, അതുകൊണ്ടാണ് ഒരു സർക്കുലർ ഷേപ്പ് കാണുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ ഷേപ്പാണ് കാണുന്നത്. റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ കണ്ടില്ല, അതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ റോളറിൻ്റെ സൈഡാണോ കാണല്ലോ, അതാണ് 2 റൗണ്ട് ഷേപ്പ് കാണുന്നത്, അതിൻ്റെ ഡയമീറ്റർ, ആ റോളറിൻ്റെ ഡയമീറ്റർ. ഇതതുപോലെ തന്നെ വർക്ക് പീസ് ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, അപ്പോൾ വർക്ക് പീസ് ഇങ്ങനെ കയറ്റി വിടും, ഈ റോളറിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, മെറ്റൽ ഈ വർക്ക് പീസ് സ്ക്യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ക്രോസ് സെക്ഷൻ കുറഞ്ഞു, കണ്ടോ അവിടെ ക്രോസ് സെക്ഷൻ കുറഞ്ഞു, ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും, അതവിടെ കാണാൻ പാടില്ല, ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻക്രീസ് ചെയ്യും. ഓൺലി വർക്ക് പീസസ് ക്യാൻ ബി പ്രോസസ്ഡ് ഇൻ ദിസ്. ഇവിടെ കണ്ട അപ്പർ റോൾ ആൻഡ് റോവൽ റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പർ റോളും റോളർ റോളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അപ്പർ റോൾ ക്യാൻ ബി മൂവ്ഡ് ടു അഡ്ജസ്റ്റ് ദ സ്പേസ് ബിറ്റ്വീൻ ദി റോളേഴ്സ്. ഇപ്പോൾ ലോവർ റോൾ എപ്പോഴും സ്റ്റേഷനറി ആയിരിക്കും, ഈ അപ്പർ റോൾ നമുക്ക് പൊക്കവും താത്തവും ചെയ്യാം. ഈ ഗ്യാപ്പ് ഇപ്പോൾ കൂടുതൽ തിക്നെസ് ഉള്ള വർക്ക് പീസ് വരണമെങ്കിൽ ഇത് കുറച്ച് പൊക്കണം, കുറഞ്ഞ വർക്ക് പീസ് ആണെങ്കിൽ അപ്പർ റോൾ താത്തും. ഈ അപ്പർ റോൾ മുകളിലോട്ടും താഴത്തോട്ടും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് തിക്നെസ് ഉള്ള വർക്ക് പീസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഈ ലോവർ റോൾ എപ്പോഴും സ്റ്റേഷനറി ആയിട്ട് വെച്ചേക്കും. നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനില്ല, സെയിം പ്രോസസ്സ്. നമ്മൾ അവിടെ എന്ത് ചെയ്യണേ, ആ ഷീറ്റിൻ്റെ ആദ്യം ഒന്ന് കടത്തി വിടും, പിന്നെ തിക്നെസ് കുറയുമ്പോൾ ഇത് വീണ്ടും കറക്കി ഇത് കുറച്ചും കൂടെ താഴ്ത്തോട്ട് കൊണ്ടുവരും, അപ്പർ റോള് വീണ്ടും ഇത് കടത്തി വിടും, വീണ്ടും ഇത് താഴ്ത്തോട്ട് കൊണ്ടുവരും. അങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അപ്പർ റോൾ ഉപയോഗിച്ചാണ്. പിന്നെ നെക്സ്റ്റ് 3 ഹൈ റോളിംഗ് മില്ല് കണ്ടോ. 3 ഹൈ റോളിംഗ് മില്ല് എന്ന് പറഞ്ഞാൽ 3 ഹെവി ഹൊറിസോണ്ടൽ റോളേഴ്സ് ആർ പ്ലേസ്ഡ് എക്സാക്ട്ലി 1 over the another. ഇവിടെ മെയിൻ അഡ്വാൻറ്റേജ് കണ്ടോ, കമ്പയർ ടു പ്രീവിയസ് 2 ഹൈ റോളിംഗ് മിൽ, ഇവിടെ 2 വർക്ക് പീസ് പ്രോസസ്സ് ചെയ്തിട്ട് 2 വർക്ക് പീസ് ഒരേ സമയത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇവിടെ 3 റോളറുണ്ട്, അപ്പർ റോളും ലോവർ റോളും മിഡിൽ റോളും. 2 വർക്ക് പീസ് ഒറ്റ ടൈമിൽ. നമ്മൾ പക്ഷേ പല റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനിൽ തന്നെ ഉണ്ട് 2 എണ്ണം, അച്ചും എടുക്കുന്നതും മറ്റതും ഒറ്റ സമയത്ത് തന്നെ വർക്ക് ചെയ്യുന്നതുമുണ്ട്. അതിൽ 3 റോളറായിരിക്കുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അവിടെ ഈ 2 അഡ്ജസൻ്റ് റോൾ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, അപ്പർ റോളും ലോവർ റോളും സെയിം ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പർ റോളും ലോവർ റോളും പൊക്കവും താത്തുകയും ചെയ്യാം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഗ്യാപ്പ്, ഈ 2 റോള് തമ്മിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ റോള് പൊക്കവും താത്തുകയും ചെയ്യണം. ഈ 2 റോള് തമ്മിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ റോള് പൊക്കവും താത്തും, ലോവർ റോള് പൊക്കവും താത്തുകയും ചെയ്യണം. അപ്പോൾ അപ്പർ റോളും ലോവർ റോളും പൊക്കവും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്ത് നമുക്ക് ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദി റോളേഴ്സ് ക്യാൻ ബി അഡ്ജസ്റ്റഡ്. മിഡിൽ റോൾ എപ്പോഴും സ്റ്റേഷനറി ആയിരിക്കും. അതുപോലെ അഡ്ജസ്റ്റൻ്റ് റോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പർ റോളും ലോവർ റോളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. 2 വർക്ക് പീസ് ഒരേ ടൈമിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് 4 ഹൈ റോളിംഗ് മിൽ. 4 ഹൈ റോളിംഗ് മിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒറ്റ വർക്ക് പീസ് തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 2 വർക്കിംഗ് റോളും ഉണ്ട്, 2 ബാക്കപ്പ് റോളും ഉണ്ട്. വർക്കിംഗ് റോൾ സ്മോൾ റോളറായിരിക്കും, ബാക്കപ്പ് റോള് ഹെവി റോളറായിരിക്കും. ഇത് സാധാരണ ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി, തിൻ സെക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഈ തിൻ സെക്ഷൻസൊക്കെ ചെയ്യുമ്പോൾ ഈ വർക്കിംഗ് റോളറിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവാം. അപ്പോൾ വർക്കിംഗ് റോളറിൻ്റെ ഡിഫ്ലക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി 2 ബാക്കപ്പ് റോൾ ഉപയോഗിക്കും. But 2 backup rolls are used to prevent the deflection of working rolls. Here it is used to produce the thin sections and hard sections. So here only 1 workpiece can be processed. 2 adjacent rollers are rotated in opposite direction. The next cluster mill. Cluster mill എന്ന് പറഞ്ഞാൽ very thin sections ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്
വെരി തിൻ ഷീറ്റ് അല്ലെങ്കിൽ ഫോയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ, തിൻ ഷീറ്റിൽ ഫോയിലൊക്കെയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലസ്റ്റർ മില്ല് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ വർക്കിംഗ് റോളുണ്ട്, ഒരുപാട് നമ്പർ ഓഫ് ബാക്കപ്പ് റോൾസ് ഉണ്ടാവും. കണ്ടോ, ഒരുപാട് ചെറിയ ബാക്കപ്പ് റോൾസ് ഉണ്ട് ആദ്യം 2 പിന്നെ കുറേ വലിയ ബാക്കപ്പ് റോൾസ് ഉണ്ടാവും. അപ് ടു 32 നമ്പർ ബാക്കപ്പ് റോൾസ് വരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് ബാക്കപ്പ് റോൾസാണ് അവിടെ കാണിച്ചിട്ടുള്ളൂ എന്ന് മാത്രം. അതായത് എല്ലാ ഡയറക്ഷനിൽ നിന്നും ഈ വർക്കിംഗ് റോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ അടുത്ത വർക്കിംഗ് റോളിന് ബാക്കപ്പ് റോൾ വീണ്ടും വേറെ ബാക്കപ്പ് റോൾ കൊണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് വെരി തിൻ സെക്ഷൻ അല്ലെങ്കിൽ വെരി ഹാർഡ് സെക്ഷൻ ഇത് ചെയ്യാൻ വേണ്ടിയാണ് ക്ലസ്റ്റർ മില്ല് ഉപയോഗിക്കുന്നത്. ഇത്രയാണ് മെയിനായിട്ട് റോളിംഗ് ഓപ്പറേഷൻസിൽ വരുന്നത്. അതായത് ഫസ്റ്റ് റോളിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഈസ് പാസ്ഡ് ഇൻ ബിറ്റ്വീൻ പെയർ ഓഫ് റോൾസ് ആൻഡ് സ്ക്യൂസസ് റെഡ്യൂസസ് ഇറ്റ്സ് കോൺസ്ട്രക്ഷൻ ആൻഡ് ഇൻക്രീസസ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. മെയിൻ അഡ്വാൻറ്റേജ് കുറച്ചും കൂടി ഇത് എക്കണോമിക്കലാണ്. റോളിങ്ങിനെ അപേക്ഷിച്ച് നല്ല സർഫസ് ഫിനിഷ് കിട്ടും, നല്ല ഹാർഡും സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. മെറ്റലിൻ്റെ കൺസ്ട്രക്ഷൻ കുറവാണ്, പൊറോസിറ്റിക്ക് വളരെ കുറവാണ്. പ്രോസസ്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ഡക്റ്റൈൽ മെറ്റീരിയലാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വേണം, മെറ്റൽ ആദ്യം തന്നെ ചൂടാവണം. ചെറിയ ചെറിയ ക്രാക്സ് ഒക്കെ ഉണ്ടാക്കാം. ബാറും പ്ലേറ്റും ഷീറ്റൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. മെയിൻ ടൈപ്പ് ഓഫ് റോളിംഗ് എന്ന് പറഞ്ഞാൽ ഹോട്ട് റോളിംഗ്, കോൾഡ് റോളിംഗ് ഉണ്ട്. റോളിംഗ് കാരിഡ് ഒബോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഹോട്ട് റോളിംഗ്, റോളിംഗ് കാരിഡ് ബിലോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ കോൾഡ് റോളിംഗ്. പിന്നെ റോളിംഗ് മില്ലിനനുസരിച്ച് ഇതിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 2 ഹൈ റോളിംഗ് മില്ലിൽ നിന്ന് 2 റോളർ ഉണ്ടാവുള്ളൂ, ഒറ്റ വർക്ക് പീസാണ് പ്രോസസ്സ് ചെയ്യുള്ളൂ. സാധാരണ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ. 3 ഹൈ റോളിംഗ് എന്ന് പറഞ്ഞാൽ 3 റോളർ ഉണ്ടാവും, 2 വർക്ക് പീസ് അറ്റ് എ ടൈമിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. 4 ഹൈ റോളിംഗ് മിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ വർക്ക് പീസ് തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ, 2 വർക്കിംഗ് റോളും 2 ബാക്കപ്പ് റോളും ഉണ്ടാവും. തിൻ സെക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ക്ലസ്റ്റർ മിൽ എന്ന് പറഞ്ഞാൽ 2 വർക്കിംഗ് റോളും നമ്പർ ഓഫ് ബാക്കപ്പ് റോൾസ് ഉണ്ടാവും. സാധാരണ ഇത് ഉപയോഗിക്കുന്ന വെരി തിൻ സെക്ഷൻസ് അല്ലെങ്കിൽ വെരി ഹാർഡ് സെക്ഷൻസൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു.